അത്യാധുനിക ഭാഷാ മോഡലായ ലാമ 3 നൽകുന്ന കമ്പനിയുടെ അഡ്വാൻസ്ഡ് AI അസിസ്റ്റന്റ് മെറ്റ AI ലോഞ്ച് ചെയ്യുന്നതിനായി മെറ്റ CEO മാർക്ക് സുക്കർബർഗ് ഇത് പ്രഖ്യാപിച്ചു. വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മെസ്സഞ്ചർ എന്നിവ ഉൾപ്പെടെയുള്ള മെറ്റയുടെ ജനപ്രിയ ആപ്ലിക്കേഷനുകളിൽ ഉടനീളം ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനാണ് പുതിയ AI ഓഫർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം meta.ai എന്ന സമർപ്പിത വെബ്സൈറ്റിൽ ഇത് ലഭ്യമാണ്. ഇത് വെച്ചിട്ട് ഇതിന്റെ ആഗോള വിപുലീകരണവും ഇതിന്റെ സംയോജനവും ഇത് എങ്ങനെയാണ് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സുപ്രധാന നീക്കത്തിൽ അതിനു മുമ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം ലഭ്യമായതിനു ശേഷം മെറ്റ AI അതിന്റെ സേവനങ്ങൾ ഓസ്ട്രേലിയ, കാനഡ, ഗാന, ജമൈക്ക, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇത് വ്യാപിക്കാൻ അവർ പദ്ധതി ഇട്ട് കഴിഞ്ഞു. വിവിധ പ്ലാറ്റ്ഫോമുകൾക്കിടയിൽ മാറാതെ തന്നെ അതിന്റെ സവിശേഷതകൾ ആക്സസ് ചെയ്യാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്ന പ്രധാന മെറ്റ ആപ്പുകളുമായി AI അസിസ്റ്റന്റ് പരിധിയില്ലാതെ സംയോജിപ്പിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, മെറ്റ AI വഴി തത്സമയ വിവരങ്ങൾ നൽകുന്നതിന് ടെക് ഭീമന്മാരായ ഗൂഗിൾ, ബിങ് എന്നിവയുമായി പങ്കാളിത്തം പുലർത്തുന്നു. ഉപയോക്താക്കൾക്ക് ഏറ്റവും പുതിയതും കൃത്യവുമായ ഡാറ്റയിലേക്ക് ആക്സസ് ഉണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. ഇതിന്റെ നൂതന സവിശേഷതകളും കഴിവുകളും എന്തൊക്കെയാണ്? മെറ്റ AI ഉപയോക്താക്കൾക്ക് വേഗത്തിലും കൃത്യമായി സഹായം നൽകുമെന്ന് ഇത് വാഗ്ദാനം ചെയ്യുന്നു. ഭക്ഷണശാലകൾ കണ്ടെത്തുക, യാത്രകൾ ആസൂത്രണം ചെയ്യുക, പരീക്ഷകൾക്കായി പഠിക്കുക, ഡിസൈൻ പ്രചോദനം സൃഷ്ടിക്കുക തുടങ്ങിയ ജോലികളിൽ അവരെ സഹായിക്കുന്നു. ടെക്സ്റ്റ് വിവരങ്ങളിൽ നിന്ന് തത്സമയ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്ന ഇമാജിൻ എന്നതിന്റെ ആമുഖമാണ് ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന്. ഈ ബീറ്റ ഫീച്ചർ നിലവിൽ വാട്സാപ്പിലും മെറ്റ AI വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ അവരുടെ ദർശനങ്ങൾ ജീവസുറ്റതാക്കുന്നത് കാണാൻ ഉപയോക്താക്കളെ അനുവദിക്കുന്നു. കൂടാതെ മെറ്റ AI ഉപയോഗിച്ച് ചിത്രങ്ങൾ ആനിമേറ്റ് ചെയ്തും ശൈലികൾ മാറ്റിയും ചിത്രങ്ങൾ ഗിഫുകളാക്കി മാറ്റുന്നതിലൂടെയും ഉപയോക്താക്കൾക്ക് അവരുടെ ഉള്ളടക്കം വ്യക്തിഗതമാക്കാനും ഇത് സാധിക്കും. എന്ന് വെച്ചാൽ വ്യക്തിഗതമാക്കാനും ആകും ഇത് വെച്ചിട്ട്. ഈ മെറ്റ പ്ലാറ്റ്ഫോം ഇൻകോർപ്പറേഷൻ ഇതിനു മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഫേസ്ബുക്ക് ഇൻകോർപ്പറേഷൻസ് അല്ലെങ്കിൽ ദി ഫേസ്ബുക്ക് എന്നീ പല പേരുകളിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. കാലിഫോർണിയയിലെ മെല്ലോ പാർക്ക് ആസ്ഥാനമായ പ്രവർത്തിക്കുന്ന ഒരു അമേരിക്കൻ മൾട്ടി നാഷണൽ കമ്പനിയാണ് ഇത് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ത്രെഡ്സ്, വാട്സ്ആപ്പ് എന്നിവ ഉൾപ്പെടെ നിരവധി ജനപ്രിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും കമ്പനി സ്വന്തമാക്കി പ്രവർത്തിക്കുന്നു. മെറ്റ ഏറ്റവും വലിയ അമേരിക്കൻ ടെക് കമ്പനികളിൽ ഒന്നാണ്. കൂടാതെ ആൽഫബറ്റ് അല്ലെങ്കിൽ ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ മറ്റ് ബിഗ് 5 കോർപ്പറേഷനുകൾക്കൊപ്പം ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2023 ഫോബ്സ് ഗ്ലോബൽ 2000 റാങ്കുകളിൽ കമ്പനി 31ാം സ്ഥാനത്തെത്തി. ലാമ 3 നൽകുന്ന മെറ്റ AIയുടെ സമാരംഭത്തോടെ ഉപയോക്താക്കൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ഇടപഴകുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഇത് ലക്ഷ്യമിടുന്നു. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിപുലമായ ആസ്ഥയിലുടനീളം കൂടുതൽ വ്യക്തിപരവും കാര്യക്ഷമതയും നൂതനവുമായ അനുഭവം ഇത് പ്രദാനം ചെയ്യുന്നു. ഇതിന്റെ ഭാവി വികസനവും വിപുലീകരണവും എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മുന്നോട്ട് നോക്കുമ്പോൾ മെറ്റ അതിന്റെ VR ഹെഡ്സെറ്റായ മെറ്റ ക്വസ്റ്റിൽ മെറ്റ AI ആക്സസ് ചെയ്യുന്നതിനായി ഇത് പ്രവർത്തിക്കുന്നു. കൂടാതെ പ്ലാറ്റ്ഫോമും റേ-ബാൻ മെറ്റ സ്മാർട്ട് ഗ്ലാസുകളും ഉപയോഗിച്ച് AI അസിസ്റ്റന്റിനെ സംയോജിപ്പിക്കാൻ ഇത് പദ്ധതിയും ഇടുന്നുണ്ട്. ഉപയോക്താക്കൾക്ക് വിവിധ ഉപകരണങ്ങളിലും പ്ലാറ്റ്ഫോമുകളിലും ഉടനീളം കൂടുതൽ ആഴത്തിലുള്ളതും തടസ്സവുമില്ലാത്തതുമായ അനുഭവം പ്രദാനം ചെയ്യുന്ന മെറ്റ AIയുടെ വ്യാപ്തിയും വൈദഗ്ധ്യവും വികസിപ്പിക്കാൻ ഈ നീക്കം ലക്ഷ്യമിടുന്നു.